ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിച്ച നാളുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ വർഷത്തെ പ്രത്യേക സ്ഥിതി ലോകം മുഴുവനും ഒരുപോലെ കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം COVID-19 എന്ന പേരുള്ളതായൊരു വ്യാധി, ഒരു പകർച്ചവ്യാധിയായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നല്ലതുപോലെ അറിയാം. ലോകത്തിലെല്ലായിടവും ഒരുപോലെ ഭീതിയും ആദിയും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദിയും ഭീതിയും അവരെക്കുറിച്ച് മാത്രമല്ല എന്നത് വളരെ വ്യക്തമാണ്. കേരളത്തിലുള്ള നമ്മുടെ മിക്കവാറും എല്ലാ ഭവനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്കകത്തായാലും ഇന്ത്യക്ക് പുറത്ത് വിവിധ ദേശങ്ങളിലായാലും ധാരാളമായി വസിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള സംഖ്യയോടൊപ്പമോ അതിനേക്കാൾ അധികമോ ആയ ആളുകൾ കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി വസിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നമ്മുടെ ഭീതിയും ആദിയുമെല്ലാം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ വാത്സല്യ മക്കൾ അവരെവിടെയായിരുന്നാലും അവരെക്കുറിച്ചെല്ലാം അവരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഈ ഭീതിയും ആദിയും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അമേരിക്കയിലായാലും കാനഡയിലായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ ഏഷ്യ പസഫിക് ദേശങ്ങളിലായാലും ഗൾഫ് രാജ്യങ്ങളിൽ, അറബി രാജ്യങ്ങളിൽ ആയാലും, ഞാൻ ഈ പേര് പറയാത്തതായ മറ്റു പല സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി നമ്മുടെ മക്കൾ ഈ സമയത്ത് കഠിനമായ പ്രയാസം അനുഭവിക്കുന്നതായിട്ടാണ് നമുക്കിവിടെയൊക്കെ ലഭിക്കുന്നതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ഈ COVID-19 രോഗബാധയുടെ വ്യാപനം മൂലം കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി ഇതിൽ ഭൂരിഭാഗവും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടി ആയതിനാൽ അവരുടെയൊക്കെ പ്രൊട്ടക്ഷനും അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുമൊക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അവർ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബം അടുത്തില്ലാതെ വിഷമിക്കുന്നതായ കുട്ടികൾ, പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി പോയിരിക്കുന്നതായ യുവതി-യുവാക്കൾ, പ്രായമുള്ള മറ്റു മനുഷ്യർ, മക്കൾ ദൂരങ്ങളിലായി വിഷമിക്കുന്നതായ ദമ്പതികൾ, ഇങ്ങനെ പല രീതിയിലുള്ളതായ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന നമ്മുടെ ദൈവമക്കൾ ഒരുപാട് പേര് പല സ്ഥലങ്ങളിലായി താമസിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലർക്ക് കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരുടെ വേർപാട് പോലും വേദന ഉളവാക്കുകയും എന്നാൽ ഒരു നോക്ക് കാണുവാൻ പോലും പറ്റാതെ വിഷമിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. അത് ഇവിടെയുള്ളവർക്ക് അവിടെ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവരുമായി നേരിട്ടൊന്ന് ബന്ധപ്പെടുവാൻ പോലും പറ്റാതെ വരുന്നു. അവിടെയുള്ളവർക്ക് ഇവിടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വേർപാടിൻ്റെ വേദന ഉണ്ടാകുമ്പോൾ ഒന്ന് വന്ന് കാണുവാനോ
അവരുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനോ പറ്റാതെ വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളമാണ്. അതുപോലെ തന്നെയാണ് സന്ദർശക വിസയിലും താൽക്കാലികമായ ചില സന്ദർശനങ്ങൾക്കും ബിസിനസ് പരമായ കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ പോയിരിക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എല്ലായിടങ്ങളിലും ദേവാലയങ്ങൾ അടച്ചിട്ടു എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും ദേവാലയങ്ങൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ രോഗത്തോടുള്ള പ്രതിരോധം മൂലം പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടി ദേവാലയങ്ങളിൽ വിശ്വാസികൾ പ്രവേശിക്കരുത് എന്നത്, ദേവാലയങ്ങൾ മാത്രമല്ല കൂട്ടം കൂടി വരുന്ന ഒരു സ്ഥലത്തും ആളുകൾ ഉണ്ടാകരുത് എന്ന സർക്കാരുകളുടെ നിയമങ്ങൾ അതുപോലെ പാലിക്കുന്നു എന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദേവാലയത്തിൽ വരാൻ ഒക്കുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തിലുള്ളവരേക്കാൾ കൂടുതൽ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ മക്കൾ അനുഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഒട്ടും തന്നെ വിസ്മരിക്കുവാനായിട്ട് പറ്റുന്നില്ല. തീർച്ചയായും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. നമ്മുടെ സർക്കാരുകൾ, അത് ഏത് സർക്കാരായാലും, ഭാരത സർക്കാരായാലും കേരള സർക്കാരായാലും, അവരാലാവുന്ന വിധം ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. സർക്കാരുകൾ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക നേതാക്കളും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരും സാംസ്കാരിക സംഘടനകളും ഒക്കെ ഇതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രോഗപ്രതിരോധത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ പ്രത്യേകിച്ച് പോലീസ് അധികാരികൾ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരുടെ സേവനങ്ങൾ നിസ്വാർത്ഥമായി അവർ നടത്തുന്നത് കാണുമ്പോൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വകയില്ല, നിർവാഹമില്ല എന്ന യാഥാർത്ഥ്യത്തെ ഞാനിവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇവിടെ നമുക്ക് ബഹുമാനപ്പെട്ട സർക്കാരുകളോട് പറയുവാനായിട്ടുള്ളത്, വിദേശങ്ങളിൽ താമസിക്കുന്ന ഭീതിയിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ആർക്കെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരുവാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് അവരെ നാട്ടിൽ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തീർച്ചയായും ആവിഷ്കരിക്കുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുവാനുള്ള ക്രിയാത്മകമായും സമയബന്ധിതമായും നടപ്പിലാക്കുവാൻ ഉള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നുള്ളത് ഒരു അപേക്ഷയായിട്ട് സർക്കാരുകൾ ഇത് ഏറ്റെടുക്കണമെന്നുള്ളത് ഓർപ്പിച്ചു കൊള്ളട്ടെ. ലോക്ക്ഡൗൺ എവിടെയായാലും ഒരുപോലെയാണ്. അവിടെയുള്ള നമ്മുടെ മക്കൾ അവിടെ ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്ന് കുറച്ച് ലോക്ക്ഡൗണിൽ ഇരുന്നാലും അവരടുത്തുണ്ട്, വളരെ ദൂരെ അല്ല എന്ന ഒരു ആശ്വാസം ഇവിടെ ഉള്ളവർക്കും അവർക്കും ലഭിക്കും എന്നത് മനസ്സിലാക്കുക എന്നത് സർക്കാരുകൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നയമായിരിക്കണം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. അത് വേറൊന്നും കൊണ്ടല്ല, അവർ ദൂരങ്ങളിലല്ല, അവർ അടുത്ത് തന്നെ ഉണ്ട് എന്നത് ഇവിടെയുള്ളവർക്കും അവർക്കും ഒരാശ്വാസമാണ്. പ്രത്യേകിച്ച് പഠനങ്ങൾക്കായും മറ്റ് പല കാര്യങ്ങൾക്കായും പോയി ഒറ്റയ്ക്ക് താമസിക്കുകയും സന്ദർശക വിസയിൽ പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് നാട്ടിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ നോക്കി പാർത്തിരിക്കുന്ന ചിത്രമുണ്ട്. പലരും എന്നെയും സഭയിലെ പിതാക്കന്മാരെയും മറ്റ് ചുമതലപ്പെട്ടവരെയൊക്കെ വിളിക്കുന്നു എന്നതുകൊണ്ടും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അവരിവിടെ വന്ന് അവർക്ക് പരിപൂർണമായ സുരക്ഷ നൽകി അവരിൽ നിന്ന് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് പകരാതിരിക്കാനുള്ള സംവിധാനങ്ങളും ക്രിയാത്മകമായി ഏർപ്പെടുത്തി സമയബന്ധിതമായി ചെയ്യുവാനായിട്ട് അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് സഭയ്ക്ക് വേണ്ടി കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തുമായി കഴിയുന്ന നമ്മുടെ വാത്സല്യ മക്കളോട്, നമ്മുടേത് എന്ന് ഞാൻ പറയുമ്പോൾ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, മലയാളികളായ വാത്സല്യ മക്കളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ഈ രോഗവ്യാപനം ഉണ്ടായപ്പോൾ തന്നെ
നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു ഫ്രേസുണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. ഭയം വേണ്ട, ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നത്. തീർച്ചയായും ജാഗ്രതയ്ക്കപ്പുറമായ ഭയവും ആശങ്കയും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും അതിനെ ഉറപ്പിച്ച്, ആ ഒരു ആപ്തവാക്യത്തെ ഉറപ്പിച്ച് നിർത്തി ജീവിതത്തോട് പ്രതികരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന എൻ്റെ മക്കളോടും മറ്റുള്ളവരോടും പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധനായ പത്രോസ് ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി അനുഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്, പരിഭ്രമിച്ച് പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളെല്ലാവരോടും ഓർപ്പിക്കാനുള്ളത്, ഇത് നമുക്ക് തുറന്നു വരാനുള്ള ഒരു ഉല്ലാസത്തിൻ്റെ, ഒരു തേജസ്സിൻ്റെ അനുഭവത്തിൻ്റെ ആദ്യപടിയായി കാണുവാനായിട്ട് നാം ഏവരും ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പരിഭ്രമങ്ങളും ആകുലതകളും ആവലാതികളും നമുക്കില്ലാതെയാകും എന്നുള്ളത് ഞാൻ ആദ്യം ഓർപ്പിച്ചുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുകാരാവുക എന്നത് തുറന്നു വരുന്ന ഉത്ഥാനത്തിൽ ഉല്ലസിക്കാനുള്ള ഒരു മാർഗമാകുന്നു എന്ന വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മിൽ ഏവരിലും ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ, ഒരു പ്യൂരിഫിക്കേഷൻ്റെ ശുശ്രൂഷാ സമയമായിട്ട് കാണുവാനായിട്ട് നിങ്ങളേവരും ശ്രദ്ധിക്കണം. തീർച്ചയായും മലങ്കര സഭയുടെ പിതാക്കന്മാരെല്ലാവരും, പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, തുടർച്ചയായി സ്ഥിരമായി നിങ്ങളെല്ലാവരെയും വിശുദ്ധ കുർബാനയിലും നിരന്തരമുള്ള പ്രാർത്ഥനകളിലും അവരവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓർക്കുകയാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദേവാലയങ്ങളിൽ ശാരീരികമായ നിങ്ങളുടെ സാന്നിധ്യം സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ഇപ്പോൾ സാധ്യമാകുന്നില്ല എങ്കിൽ പോലും നിങ്ങളെ ഓർക്കാതെ ഒരു ബലിയും ഒരു ദേവാലയത്തിലും അർപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരാരാധനയും ഒരു പ്രാർത്ഥനയും അടുത്തും അകലെയുമുള്ള ദൈവമക്കളെ മാറ്റി നിർത്തി നടത്തുവാനായിട്ട് ഒക്കുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്, ഞങ്ങളുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ദൈവം കരുണയുള്ളവനാണ്, അവൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കും എന്ന ആ ഒരു വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. ദേവാലയങ്ങളിൽ പോയിരുന്ന സമയങ്ങൾ നമുക്കറിയാം. ഞായറാഴ്ച ഏത് സമയത്താണ് ദേവാലയങ്ങളിൽ പോകുന്നത് നമുക്കറിയാം. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കുടുംബാരാധന നടത്തുവാനും വിശുദ്ധ വചനങ്ങളെ തിരിച്ചറിയുവാനും വിശുദ്ധ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല മൂല്യങ്ങളും തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കും നാം ആയിരിക്കുന്ന സമൂഹത്തിനും ഒരു ഉത്ഥാനത്തിൻ്റെ കാലം അധികം താമസിയാതെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. തീർച്ചയായും ഏത് വിഷയങ്ങളുണ്ടാകുമ്പോഴും അതിൻ്റെ കൂടെ കെണികളും ഉണ്ടാകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ വേഷം ചമഞ്ഞ് പല സ്ഥലങ്ങളിലും കെണികൾ വെച്ചുകൊണ്ട് പല ആളുകളും നിങ്ങളുടെയൊക്കെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് വിവേചനാശക്തിയോടുകൂടി മാത്രമേ ഏതിനോടും പ്രതികരിക്കാവൂ എന്നുള്ളത് കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അത് സഭയുടെ പേരിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലായാലും മറ്റ് പല പേരുകളിലായാലും എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ധാരണത്തിനിറങ്ങുമ്പോൾ
അതിന് പിന്നിലുള്ള ചേതവികാരങ്ങൾ കൂടി മനസ്സിലാക്കി വിവേകത്തോടുകൂടി മാത്രമേ അവയോടൊക്കെ പ്രതികരിക്കാവൂ എന്നുള്ളത് കൂടി ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. ഒരു സഭ എന്ന നിലയ്ക്കും നമുക്ക് സഭയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഓരോ ഇടവകയ്ക്കും വികാരിമാരെ നിയമിച്ചാക്കിയിട്ടുണ്ട്. ഓരോ മെത്രാസനത്തിനും മെത്രാപ്പോലിത്തന്മാരുണ്ട്. ദേവാലയങ്ങളിൽപ്പെട്ട വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളതായ മാർഗങ്ങളുണ്ട്. ഇന്നത്തെ രീതി അനുസരിച്ച് അവർക്ക് അവരുടെ വികാരിമാരോട് ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട്. വികാരിമാർക്ക് മെത്രാപ്പോലിത്തയോടോ അല്ലെങ്കിൽ മറ്റു ചുമതലക്കാരോടോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിച്ച് പ്രയാസങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാനുള്ള മാർഗങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ളതായ നല്ല സംവിധാനങ്ങൾ സഭയിലുണ്ട്. അത് ക്രിയാത്മകമായി വിനിയോഗിക്കുവാനായിട്ട് വിശ്വാസികൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളതായ നിങ്ങളുടെ വികാരിമാർ, നാട്ടിലുള്ള മാതാപിതാക്കൾ അവരുടെ വികാരിമാർ വഴി വിദേശത്തുള്ള ആളുകൾ അവരുടെ മക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വൈദികരുമായിട്ട് ബന്ധപ്പെടുവാനും അവർക്ക് അവിടെയുള്ള ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അതാത് സ്ഥലത്തെ നിയമങ്ങൾക്ക് വിധേയമായി തിന്നുകൊണ്ട് പരിഹരിച്ചു കൊടുക്കാനുള്ളതായ സംവിധാനങ്ങളാണ് രൂപപ്പെട്ട് വരേണ്ടത് എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. സഭയ്ക്ക് പുറത്തുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെയുള്ളതായ ചില സംവിധാനങ്ങൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാരുകൾ അതുപോലെ തന്നെ മറ്റ് സാമുദായിക രീതികൾ ഒക്കെ നടത്തുന്ന രീതികളുണ്ട്. അതിലൂടെയൊക്കെ അല്ലാതെ കെണികളിൽ വീഴാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാകുന്നു ഇത് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. വേദനകൾ വരുമ്പോൾ വേദനകളിൽ നിന്ന് ദൈവികമായ രീതിയിൽ തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ജീവിതക്രമമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ വീണ്ടും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയാകമാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമനസ് കൊണ്ട് ഇന്നലെയും ഞാൻ പരിശുദ്ധ പിതാവിനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് സഭയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം, സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ സഭാമക്കളെ വാത്സല്യത്തോടെ കാണുകയും അവർക്ക് ഏത് തരത്തിലുള്ളതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുമോ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും വേണമെന്നുള്ളതാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അത് ഞാൻ വീണ്ടും പരിശുദ്ധ പിതാവ് ഓർപ്പിച്ച കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ സ്വർഗത്തല ദൈവം നമുക്ക് പകർന്നു തരുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കരുണ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു.